നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പാണല്ലോ. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ എല്ലാവരും അറിഞ്ഞു കാണും അത്യാവശ്യം. അതായത് ഞാൻ കൂടി താമസിക്കുന്നതിൻ്റെ അടുത്ത പഞ്ചായത്ത്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന രണ്ടാമത്തെ പഞ്ചായത്താണ്. അതായത് അണ്ടൂർക്കോണം, അതിൻ്റെ തൊട്ടടുത്താണ് വരുന്നത് ഈ മംഗലപുരം പഞ്ചായത്ത്. മംഗലപുരം പഞ്ചായത്തിലെ ഇടവിളാകത്തെ ഒരു സംഭവം ഇന്നലെ നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് ചോദിക്കാൻ ചെന്നതിന് ശേഷം ഒരു വീട്ടിലെ വനിതയെ കയറി പിടിച്ചൊരു പരാതി ഉയർന്നു വന്നു. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോഴാണ് ഒരു കാര്യം കേരളത്തിലുള്ള എല്ലാ സ്ത്രീ സഹോദരിമാരോടും പറയാനുള്ളത്. വീട്ടിൽ ബി ജെ പിക്കാർ വോട്ട് ചോദിച്ച് വരുമ്പോൾ ഒറ്റയ്ക്കാണുള്ളതെങ്കിൽ കതക് തുറക്കണ്ട, ജന്നൽ തുറന്ന് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുക. വോട്ട് ചോദിക്കാനാണെങ്കിൽ സ്ലിപ്പെല്ലാം അവിടെ വച്ചിട്ട് പൊയ്ക്കോ, അകത്തോട്ട് കയറണ്ട. വെള്ളം വല്ല വേണമെന്ന് പറഞ്ഞാൽ അവരെ ഉടായ്പ് തന്ത്രം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അറിയാൻ കഴിഞ്ഞ കാര്യം, ഇവർ അതായത് നിലവിൽ ഈ ഇടവക്കോട് എന്ന് പറയുന്ന ഇടവിളാകം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു വാർഡാണ്. അത് നിലവിൽ ഈ മംഗലാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുമയുടെ വാർഡാണ്. അത് ഇത്തവണ റിസർവേഷനാണ്, SC വനിതാ റിസർവേഷനാണ്. ഒന്ന് ആലോചിക്കുക, വനിതാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് ചെന്നിട്ടൊരു വനിതയെ കയറി പിടിക്കുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള നമ്മൾ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്തമാതിരി ഒരു ആരോപണമല്ല, പരാതി കൊടുത്തു ആ സ്ത്രീ. പരാതിയെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി. രാജു എന്ന് പറയുന്ന BJP കാരൻ, അതായത് വനിതാ BJP സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് ചോദിച്ച് ചെന്നിട്ട് അയാൾ ആ വീട്ടിൽ കടന്നു കയറി. അതായത് സ്ഥാനാർത്ഥിയോടൊപ്പം വരുന്നു, ആ വീട്ടിൽ സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നറിയുന്നു. അതിനുശേഷം വെള്ളം വേണമെന്ന് പറയുകയാണ്. വനിതാ സ്ഥാനാർത്ഥിയോട് കുറച്ചപ്പുറത്തേക്ക് നിൽക്കൂ, ഞാൻ എന്താ വരുന്നു, വെള്ളം വേണമെന്ന് പറയുന്നു. വെള്ളം എടുക്കാൻ ആ സ്ത്രീ അകത്തേക്ക് ചെന്ന സന്ദർഭത്തിൽ ഈ തോന്നിവാസം കാണിച്ചെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രമാത്രം ഈ ഞരമ്പൻ മൈൻഡുള്ളവരായിട്ടാണ് ഈ BJP കാർ വോട്ട് പിടിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. ഒരു അതും വനിതാ സ്ഥാനാർത്ഥിയോടൊപ്പം ഇത്തരം ആൾക്കാരെ കൊണ്ട് എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP നേതാക്കന്മാർ വരെ പറഞ്ഞു വിടുന്നത്. എന്തായാലും BJP ഇപ്പോൾ അവിടെ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. CPM കാരാണ് ഇത് ചെയ്തതെന്ന് ഒന്ന് ആലോചിച്ചിട്ട് ചിരി വരികയാണ്. അതായത് BJP സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് പിടിക്കാൻ പോയ രാജു CPM കാരാണത്രേ.